ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വണ്ടി ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതിന് ഈ ഭാഗത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പ്, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു സ്റ്റൈലിഷ് കിറ്റ്. ഒന്ന് ഈ ഭാഗത്ത് നമ്മുടെ ഈ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഭാഗത്ത് വരുന്ന ബ്രൗൺ കളറിൽ അത് ശരിക്കും ഫൈബറിൻ്റെ പീസാണ് കേട്ടോ. അത് നമ്മൾ മാറ്റിയിട്ട്, അതേപോലെ ഈ സ്റ്റീരിയോയുടെ താഴെ വരുന്ന ഒരു പാനൽ വരുന്നുണ്ടല്ലോ, എ സി വെൻ്റ് വരുന്ന പാനൽ, ഗ്ലോസി ആയിട്ടുള്ളൊരു പാനൽ നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്യണത്. അതേപോലെ തന്നെ എ സിയിൽ രണ്ട് സൈഡിൽ വരുന്ന രണ്ട് വെൻ്റ് നമ്മൾ മാറ്റിയിട്ട് ഗ്ലോസി വെൻ്റാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ, അതേപോലെ ബാക്കിലേക്ക് ടൈലൈറ്റ് ക്രോം. ഇതിൻ്റെ ടൈലൈറ്റ് ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി മിഴിക്കും കൂടിയിട്ട് നീളത്തിലൊരു ക്രോമാണ് വരുന്നത്. 3 പീസ് അതിലുണ്ടായിരിക്കും. ഒന്ന് ആ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്ന ടൈലൈറ്റുമേ ചേർന്ന് വരുന്ന ഓരോ പീസും, പിന്നെ കണക്റ്റിംഗ് ടൈലാബിൻ്റെ മുകളിൽ വരുന്ന ഒരു പീസും, അതേപോലെ തന്നെ നമ്മുടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റൈലിഷ് കിറ്റ്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കമ്പനി നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു പാർട്ടാണ്. അത് മാരുതിയുടെ ഒറിജിനൽ ജെന്യൂൻ പാർട്ടാണ്. ഇതുമ്പോൾ ലെതർ സ്ട്രാപ്പ് ചെയ്ത് ലെതർ ഫിനിഷിങ് ആയി ഒട്ടിച്ചിട്ടുള്ള ഒരു പീസാണ് വരുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റീരിയോയുടെ താഴെ വരുന്ന എ സിയുടെ വെൻറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം, അത് ഗ്ലോസി ആയിട്ടുള്ളതാണ്. ആ ഫുൾ ഓപ്ഷനിലാണ് അത് വരുന്നത്. അതും ഗ്ലോസി ആയിട്ടുള്ള ഐറ്റാണ് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത്. ഇതേ മാരുതി സുസുക്കിയുടെ ജെന്യൂൻ പാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം വെക്കുന്ന 4 പാർട്ടും മാരുതിയുടെ ഒറിജിനൽ പാർട്ട് തന്നെയാണ്, അല്ല സെപ്പറേറ്റ് വരുന്നതല്ല. അത് ഡാഷ്ബോർഡിൻ്റെ രണ്ടറ്റത്തും വരുന്ന എ സിയുടെ വെൻറ്റ്, അത് ഫുൾ ഗ്ലോസി പിയാനോ ബ്ലാക്കിൽ വരുന്ന ഒരു ഗ്ലോസി മോഡലാണ്. അതിൻ്റെ ഫ്രെയിം കണ്ട ഫുൾ ഗ്ലോസിയാണ്. അതുമ്പോൾ വരുന്നത് മാറ്റ് ഫിനിഷ് ആയിരിക്കും വണ്ടിമ വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഐറ്റാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയിലേക്കാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ മാറ്റി ചെയ്യുന്നത്. ഇതിപ്പോൾ അതിൻ്റെ എ സിയുടെ വെൻറ്റ് നമ്മളവിടെ നൂറാണ്. ഒരു പഴയ എ സിയുടെ വെൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ എ സി വെൻറ്റും അതിൻ്റെ ഫ്രെയിമും, അത് ഗ്ലോസി ബ്ലാക്കിലുള്ളതാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ് ഗ്ലോസി വരുന്നത്. അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നിടത്ത ഭാഗത്ത് നമ്മൾ ലെതറിൻ്റെ ഒട്ടിച്ചിട്ടുള്ള നല്ല ഫിനിഷ് ആയിട്ടുള്ള ഭാഗം നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന്മേൽ കണ്ട് സ്റ്റിച്ചിങ് അടക്കം വരുന്ന ബ്രൗൺ കളറിലുള്ള പാർട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരു പാർട്ട് അങ്ങനെ തന്നെ മാറ്റി വെച്ചതാണ്. കമ്പനി വരുന്നത് ശരിക്കും അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസാണ് അതിൽ വരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് ലെതറിൻ്റെ ഫിനിഷിങ് എന്ന് വെച്ചാൽ ലെതറിൻ്റെ ഒരു ഇത് അതിന്മേൽ തന്നെ ഒട്ടിച്ചിട്ട് ഒരു പീസിൽ ഒട്ടിച്ചിട്ടാണ് വരുന്നത്. അതിന്മേൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ലൈനും കൂടി അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മാറ്റി ഫിറ്റ് ചെയ്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാരുതിയുടെ ഒറിജിനൽ പാർട്ട് തന്നെയാണെന്ന്. ആ ഗ്ലോസിയാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ, ആ ഫ്രെയിം ഗ്ലോസ് വരുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നമ്മൾ ഊരാൻ പോവാണ്. കണ്ടോ, ഇമ്മ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ വെറുതെ ഒരു പീസ് മാത്രമാണ്. ആ മാറ്റിയിട്ടാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന പാർട്ടാണ്. മറ്റേ വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസാണ്. ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമ്പോൾ തന്നെ നമ്മൾ ലെതറിൻ്റെ ഒരു ഫിനിഷിങ് ഒട്ടിച്ചിട്ടുണ്ട്. ലെതറിൻ്റെ ഒരു പീസ് ഒട്ടിച്ചിട്ട് അതുമ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാൻ നല്ല ഷോയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗത്ത്, ഈ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, ഈ ഭാഗത്താണ് അത് കണ്ട. ഇപ്പോൾ നമ്മൾ മാറ്റി നമ്മൾ വേറെ അവിടെ ലെതർ ഫിനിഷിങ് ഉള്ളത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന കിറ്റാണ്. ഇപ്പോൾ താഴെയുള്ള മോഡലിലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് മാറ്റി ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ എ സിയുടെ അവിടുത്തെ എ സിയുടെ അവിടെ നമ്മൾ ഊരിയിട്ടില്ല, ഊരാൻ പോകണമല്ലോ. ഇതാണ് ഈ പാർട്ട് നമ്മൾ അത് ഊരിയിട്ട് ഇതവിടെ വെക്കും. അപ്പോൾ ശരിക്കും ഡാഷ്ബോർഡിലേക്ക് നല്ല ഷോ ആയിരിക്കും. അത് ഒരുവിധം എല്ലാ വണ്ടികൾക്കും സ്റ്റൈലിഷ് കിറ്റ് വരുന്നുണ്ട്. എർട്ടിഗയ്ക്ക് കുറേ വണ്ടികളുടെ എർട്ടിഗയിൽ തന്നെ നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു സ്റ്റൈലിഷ് കിറ്റ് കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഇന്നോവ ക്രിസ്റ്റയുടെ ചെയ്തിട്ടുള്ളതുണ്ട്, ഇന്നോവയുടെ ചെയ്തിട്ടുള്ളതുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിൽ ചെയ്യുന്നതാണ് അതിൻ്റെ നല്ലൊരു ഹോൺ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഹോണിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു സ്റ്റിയറിംഗ് കവർ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞുകൊണ്ട് അല്ല ഗ്ലോസി വന്നപ്പോൾ ആ ഡാഷ് ബോർഡിലേക്ക് നല്ല ലുക്കായി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റിയറിംഗ് നമ്മൾ മാറ്റിയിട്ട് ലെതറിൻ്റെ സ്റ്റിയറിംഗ് മാറ്റല്ല, അതിന്മേൽ നല്ലൊരു ലെതറിൻ്റെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഫിഗ്മെൻറ്റിൽ തന്നെയാണ് കമ്പനി ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത് കടത്തിയിടാനായിട്ട് എല്ലാ വണ്ടിക്കും ചിലപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഒരുവിധ വണ്ടിക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കടത്തിയിട്ടിട്ട് ഫിറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫുഡ് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുന്ന കാര്യം. ഇതെന്നെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാര എന്ന് എഴുതിയിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ക്രോമുകൾ ഒട്ടിക്കുന്ന കാര്യം, ബാക്കിലേക്കുള്ള ക്രോമുകൾ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ ഉള്ളിലത്തെ നമ്മുടെ സ്റ്റിയറിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട കറക്റ്റായിട്ട് നല്ല ചേർന്ന് നിൽക്കുന്ന മോഡലിൽ തന്നെയാണ് നമ്മൾ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതും ലെതറിൻ്റെ സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആ വുഡൻ്റെ സ്റ്റൈലിഷ് ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിക്കണമെന്ന് മാത്രം. സോറി, വുഡൻ്റെ അല്ല, പിയാനോ ബ്ലാക്കിൽ വരുന്ന AC വെൻറ്റിൻ്റെ 3 AC എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ 2 കൂടി ഒരു പീസും പിന്നെ 2 അറ്റത്തും ഓരോ പീസ്, അങ്ങനെ 3 പീസ്. അതേപോലെ തന്നെ ഡാഷ്ബോർഡും വരുന്ന കോഫി ബ്രൗൺ വരുന്ന പീസ് മാറ്റിയിട്ട് ലെതർ സ്ട്രാപ്പിംഗ് ഉള്ള ഒരു പീസ് നമ്മളതിൽ ഒട്ടിച്ചു. ഇതേ ഫുഡ് സ്റ്റെപ്പ് ഇതേ ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞു. 2 സൈഡിലും വിറ്റാര എന്ന് എഴുതിയിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ മാറ്റി ഐറ്റംസാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. നമ്മൾ അതിൻ്റെ മേലെ ഒട്ടിക്കുന്നതല്ല, കറക്റ്റ് ആ സാധനം ഊരി എടുത്തിട്ട് വേറെ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. 2 AC ഇതും പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഒരുമിച്ചുള്ളൊരു AC പീസ്, അങ്ങനെ 3 പീസ് AC പിന്നെ ഡാഷ്ബോർഡിലേക്ക് 2 വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 2 പീസും ആ 2 അറ്റത്ത് വരുന്ന ബ്രൗൺ കളറിന് വരുന്ന പീസും നമ്മളതിൽ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡോർ ഗാർഡ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും വർക്ക് നമ്മളതിൽ. ഇതിൻ്റെ ബാക്കിൽ പിന്നെ നല്ല ഹോണും നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോണും നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് വിറ്റാരയുടെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള വേറെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ക്രോം ചെയ്തിട്ടുള്ള വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റൈലിഷ് കിറ്റുകളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Pulling up black windows when she go down. You must be crazy.